റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരികയാണ്. റഹ്മത്തുൽ ലിൽ ആലമീനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനാഘോഷ പരിപാടികളാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ 1500 ആണ്ട് കടന്നു വരുമ്പോ ഇൻഷാ അല്ലാഹ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടുകളും നമ്മുടെ വീടുകളുമെല്ലാം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മൗലിദുകളെ കൊണ്ടും അവിടുത്തെ തോരണങ്ങൾ കൊണ്ടും അവിടുത്തെ മഹത്തായ റബീഉൽ അവ്വലിന്റെ സന്തോഷത്തെ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള എല്ലാ സന്തോഷങ്ങളും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും ഒക്കെ ഉണ്ടാകണം. എല്ലാ വീടുകളുടെ മുന്നിലും സന്തോഷത്തിന്റെ ലൈറ്റുകൾ പ്രകാശിക്കണം. അങ്ങനെ നമ്മുടെ വീടുകളെല്ലാം ഹബീബായ തങ്ങളുടെ 1500-ാം ജന്മദിനാഘോഷം വരുമ്പോ അതിനെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്ന് ഈ കുത്തുബിയ്യത്തിന്റെ മജ്‌ലിസിൽ വെച്ച് എല്ലാ മുത്തുമോമിനീങ്ങളോടും എല്ലാ മുത്തുമോമിനിയാത്തുകളോടും അപേക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 1500-ാം ജന്മദിനാഘോഷ പരിപാടികൾ അല്ലാഹുവേ വളരെ ഭംഗിയോടുകൂടെ വളരെ റാഹത്തോടുകൂടെ നടത്താൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് പരിശുദ്ധമായ സ്വർഗ്ഗം കണ്ടു. ആകാശ ലോകത്തൂടെ യാത്ര ചെയ്തു. കാണേണ്ടത് പലതും അല്ലാഹു കാണിച്ചു കൊടുത്തു. ആ മഹാനായ ആദം നബി അലൈഹിസ്സലാം മകനായ ശീസ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് നബുവത്തിന്റെ വിറാസത്ത് ഏൽപ്പിക്കുകയാണ്. മോനെ, ഈ പവിത്രമായ ഈ നബുവത്തിന്റെ വിറാസത്ത് നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം എന്ന് പറയുന്നത് ആകാശ ലോകത്തുകൂടെ മുഴുവനും ഞാൻ സഞ്ചരിച്ചു. സ്വർഗത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഞാൻ സഞ്ചരിച്ചു. മാഷാ അല്ലാഹ്. ആ സഞ്ചാരത്തിന്റെ ഇടയിൽ ഞാൻ കൊണ്ട അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് മോനെ ശീസേ. എന്താണ് ആ കാര്യമെന്നറിയുമോ? എന്നെ അല്ലാഹു പടച്ച് കളിമണ്ണിന്റെ രൂപത്തിലാക്കിയപ്പോ ഞാൻ കണ്ടു പ്രപഞ്ച ലോകത്ത് അല്ലാഹു എഴുതി വെച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഞാൻ ആകാശ ലോകത്തൂടെ സഞ്ചരിച്ചപ്പോ അവിടങ്ങളിലെല്ലാം ഞാൻ കണ്ടു മോനെ ഒരു പേര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വർഗത്തിലൂടെ ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചപ്പോ സ്വർഗത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും സ്വർഗത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ മരം ഞാൻ കണ്ടു മോനെ. സ്വർഗത്തിലെ സിദ്റത്തുൽ മുൻതഹ ഞാൻ കണ്ടു. സ്വർഗത്തിലെ മരങ്ങളുടെ വള്ളികൾ ഞാൻ കണ്ടു. സ്വർഗത്തിലെ മരങ്ങളുടെ ഇലകൾ ഞാൻ കണ്ടു. സ്വർഗത്തിലെ മരത്തിന്റെ തണ്ടുകൾ ഞാൻ കണ്ടു. ആ ഇലകളിലും ആ മരങ്ങളിലും ആ തണ്ടുകളിലും ആ മരവള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രകാശിക്കുകയാണ് മോനെ. എന്തൊരു ചന്തമാണത് കാണാന്, എന്തൊരു ആനന്ദമാണത് കാണാന്. ആ മുഹമ്മദ് നബിയിലേക്കാണ് ഈ വിറാസത്ത് നീ കൊണ്ട് ചെന്നെത്തിക്കേണ്ടത്. അതുകൊണ്ട് സൂക്ഷിക്കണേ മോനെ. ശീസേ എന്ന് സയ്യിദുനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മകനിക്ക് പമതേ മകനോട് ഉപദേശം കൊടുക്കുകയാണ്. മാഷാ അല്ലാഹ്. ഹബീബായ തങ്ങളെ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് ആ മുത്തു റസൂലുള്ളാഹിന്റെ നൂറാണ്. ആ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ പ്രകാശത്തെയാണ്. അതുകൊണ്ട് പറയട്ടെ മുഅ്മിനീങ്ങളെ, വിശ്വാസികൾക്ക് റബീഉൽ അവ്വൽ ആനന്ദത്തിന്റെ മാസമാണ്, സന്തോഷത്തിന്റെ മാസമാണ്, സമാധാനത്തിന്റെ മാസമാണ്. എല്ലാം എല്ലാം എല്ലാമായ റഹ്മത്തുൽ ലിൽ ആലമീൻ താജ്ദാറെ മദീന, മദീനയിൽ നിന്ന് ഈ സദസ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ റസൂലുള്ളാഹി പോരാ, സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ ജന്മദിനം നമുക്കെല്ലാവർക്കും വളരെ ഭംഗിയോടുകൂടെ ആഘോഷത്തോടുകൂടെ ആചരിക്കണം ഇൻഷാ അല്ലാഹ്. ഈ മഹത്തായ ഖുതുബിയ്യത്തിന്റെ റബീഉൽ അവ്വലിലെ പരിപാടി വലിയ മൗലിദിന്റെ സദസ്സായി മാറണം ഇൻഷാ അല്ലാഹ്. റബീഉൽ ആഖിറിൽ നമുക്ക് മഹാനായ ഔസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബിയ്യത്തിന്റെ വാർഷിക മജ്ലിസ് ഇവിടെ നടത്താനുണ്ട്. അതോടൊപ്പം മദനിയത്തിന്റെ 5ാം വാർഷിക സദസ്സ് കൂടി ആ മഹത്തായ പരിപാടിയിൽ വെച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. വളരെ പ്രൗഢമായ രീതിയിൽ ഇൻഷാ അല്ലാഹ് കിട്ടാവുന്ന ഏറ്റവും വലിയ നേതാവിനെ തന്നെ നമുക്ക് ഈ സദസ്സിലേക്ക് എത്തിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ മദനിയത്തിന്റെ 5ാം വാർഷികവും ഖുതുബിയ്യത്തിന്റെ 5ാം വാർഷികവും വലിയ പരിപാടിയാക്കി നടത്തണം. എല്ലാവരും ആ സദസ്സിലേക്ക് വരണം, അതിന്റെ പ്രചാരകരാകണം. അതിന്റെ സ്വാഗത സംഘം വിളിച്ചു കഴിഞ്ഞാൽ അതിൽ പങ്കെടുക്കണം. ആ പരിപാടി ഏതൊക്കെ അർത്ഥത്തിൽ വിജയിപ്പിക്കാൻ കഴിയുമോ അതിലെല്ലാം